ഇപ്പോൾ 3 4 കുറെ ഇഷ്ടപ്പെടുക്കണം. കാരണം നമ്മളിപ്പോൾ വേട്ടയാടാൻ പോവാണ്. ഓരോ ആരെയാടാ നീ വേട്ടയാടാൻ പോകുന്നത്? പൂച്ചനാണോ അതോ ഐലീനെയാണോ? എന്താണ് ഇതിനകത്ത് നീയൊക്കെ എന്താ പറയുന്നത്? ഗൈസ്, അപ്പോൾ ഇതാണ് പുതിയ ഡ്രസ്സാണ് CMD ഗെയിമിംഗ്. എൻ്റെ ലവ്ലി CMD ഗെയിമിംഗ് ആണ്. അതിൻ്റെ ഒരു പുതിയ ഡ്രസ്സാണിത്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ എന്തോ ഒരു മിസ്റ്ററി അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു കാട്ടിൽ പോയി നമുക്ക് ആ മിസ്റ്ററി കണ്ടുപിടിക്കണം. എന്ത് കാട്ടിൽ മിസ്റ്ററി കണ്ടുപിടിക്കാമോന്നാ? അതവിടെ എലി പോന്നാ? എന്ത് എലിയോ? അതാ പോടാ പെട്ടെന്ന് അതിന് പോയിട്ട് പിടിക്കണം. പെട്ടെന്ന് ഇത് എവിടെ പോയി? അയ്യോ ഓട് കണ്ടില്ല, ഇത്ര പേടിച്ചു പോണാ. അയ്യോ എന്തിനാടാ ഇങ്ങനെ അസുഖമാക്കുന്നത്? ശരി, നിന്നൊക്കെയാണ് ഒരു ദിവസം ഉണ്ടോ നിനക്കൊക്കെ? ശരി, നമുക്കിപ്പോൾ പോയി ഇവരുടെ സംസാരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയമില്ല. ചിക്കൻ മേടിച്ചോണ്ട് വരണേ. അടയാ, ഇന്നൊന്നും വരത്തില്ല, നാളെയും വരും. ഞാനവിടെ ഐറ്റമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രാത്രിക്കും പിന്നെ വൈകുന്നേരമൊക്കെ ആ ഫംഗ്ഷനിൽ നിന്നോ? നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നാളെ ഞാൻ വരത്തുള്ളൂ. ശരി ബോസ്, ഞാനൊന്നും വരത്തില്ല. ബോസിനോട് പറഞ്ഞ സേഫ് അല്ല ബോസേ. അയ്യോ, എങ്ങനെ വിളിച്ചിട്ട് അവമാനാക്കുന്നു നോക്കിയാട്ടെ. ഇവരെ അവമാനിച്ച് ഞാനൊരു തീരുമാനം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ കൊടുക്കാം. ശരി ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നേരെ കാട്ടിലോട്ട് പോവാണ്. ഓക്കെ, ഇത് വണ്ടിയിലോട്ട് കയറി. ഓക്കെ, ഇവർക്ക് ഷിൻജാനൊക്കെ കുറച്ച് അവമാനം കൂടുതൽ. പിന്നെ അവൻ്റെ അനിയത്തി ഹിമാവരി. ഓക്കെ, നമുക്ക് പോകാം കേട്ടോ അങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ കുറേ ദൂരം പോകണം അങ്ങോട്ടേക്ക്. അതിന് നമുക്ക് ഷോർട്ട് കട്ട് വഴി ഇതിലോട്ട് നമുക്ക് പോകാം കേട്ടോ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് പിന്നെ അപ്പുറത്തന്നെ ബെലൈക്ക് കൂടി ഞാൻ പിന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലോട്ട് വരുന്ന ആൾക്കാർ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറേ. ഓക്കെ, നമുക്ക് വണ്ടി എടുത്തോണ്ട് ഇവിടെ കുറച്ച് കൺട്രോൾ ഇടുന്നത്. കാരണം മണ്ണ് റോഡല്ലേ, ഓഫ് റോഡല്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പോവാം. നമുക്ക് അവിടോട്ട് പോയിട്ട് നമുക്ക് ആ മിസ്റ്ററി എന്തോന്ന് കണ്ടുപിടിക്കണം. എന്തോ ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ മൃഗത്തിനെ പിടിച്ചു തന്നാൽ ഗവൺമെൻറ് നമുക്ക് $1,00,000 കിട്ടും. അതിന് നമുക്ക് കുറച്ച് ദിവസം പണിക്ക് പോകാണ്ട് ജീവിക്കാം. ശരി, നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ വരുമ്പോഴത്തേക്കെന്നെ വൈകുന്നേരമായി കേട്ടോ. ശരി, ഇവിടെ കുറച്ച് നേരം ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമുക്ക് എല്ലാം പിടിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഗവൺമെൻറ് കാണിച്ചിട്ട് ആ പൈസ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം. നോക്കണോ, ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഹെലികോപ്റ്റർ കാറിലൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളെന്ന് എങ്ങനെയെങ്കിലും പിടിച്ചാൽ പറ്റത്തുള്ളൂ. ശരി കേസ്, നമുക്ക് സ്പോട്ട് കണ്ടുപിടിക്കും. കേസ് കുറേ സമയം ഇത് തിരഞ്ഞു തുടങ്ങിയിട്ട് വേറെ ഒരു സ്ഥലത്തും കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൂടി സ്ഥലത്ത് തിരഞ്ഞു നോക്കാം. ഓക്കെ കേസ്, ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഞാൻ എവിടെയെങ്കിലും കാണുന്നില്ല കേട്ടോ. ഓക്കെ നിർത്ത്. ഓക്കെ, ഇവിടുന്ന് മേലോട്ടേക്ക് ഗൈസ് ഇട്ട് കെട്ടാൻ തുടങ്ങിയല്ലോ. പെട്ടെന്ന് സ്ഥലം കണ്ടുപിടിക്കാം. കാറിലാണെങ്കിൽ AC ഇല്ല. നമുക്ക് കാറിൽ AC ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കിടന്നാൽ മതി. ശരി, നമുക്ക് ഇവിടുന്ന് അപ്പുറത്ത് എന്തോ കാണിക്കുന്നത്, അപ്പുറത്ത് പോയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ശരി, വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങണം നമുക്ക്. ഓക്കെ, ഈ വണ്ടിയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ടേക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ, സ്റ്റെപ്പല്ലേ. നമുക്കിപ്പോൾ സ്റ്റെപ്പിൽ അങ്ങനെ നടന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് നടന്നിട്ടേ പോകാം, വല്ല ആവശ്യമൊന്നുമില്ലല്ലോ, നടക്കാണ്ട് പോകാണ്ട്. ഓക്കെ, കയറിയത്. ഓക്കെ, ഇത് നമ്മൾ എവിടെയോ ഓക്കെ കിടക്കാം. നല്ല ഉറക്കം വരട്ടെ. അവിടെ എന്തൊക്കെ സംഭവം മിന്നുന്നുണ്ട് കേട്ടോ. എന്താണ് മിന്നുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണുകൊണ്ട് നമുക്ക് നോക്കാം. സ്നൈപ്പർ ഗണ്ണുണ്ട്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് നോക്കാം ഗണ്ണുകൊണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഗായ്സ്, ആ വെളിച്ചുള്ളതുകൊണ്ട് കണ്ണ് കൂസണ കേട്ടോ. ഒന്നും കാണാനും പറ്റുന്നില്ല. അതെന്തായിരിക്കും? അതെന്തായാലും ആയിക്കോട്ടെ, നമുക്കെന്തിനാ പ്രശ്നമില്ലല്ലോ. ഗായ്സ്, ഞാൻ ഷൂട്ട് ചെയ്ത് കേട്ടോ, അറിയാണ്ട് ബുള്ളറ്റ് എത്തിപ്പോയി. അതെന്താ നോക്കി ഇപ്പോൾ തന്നെ പോയി നോക്കണം. അയ്യോ, അതെന്താമോ ആരാമോ ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ നമ്മൾ പോലീസ് കേസാവൂലേ? അയ്യോ, എന്തിനാമോ അറിയാണ്ട് ഷൂട്ട് ചെയ്ത് പോയി. ഗണ്ണ് വെച്ചപ്പോൾ എനിക്ക് ഈ പ്രശ്നം തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നമുക്കിപ്പോൾ എത്തിയുണ്ട് കേട്ടോ. അയ്യോ അമ്മേ, ഈ സ്ഥലത്താണെങ്കിൽ ഒരു പണ്ടാരം. ശരി, ഓക്കെ ഇവിടെ തന്നെയാണോ ഇത്? ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ ഇരട്ടത്തൊന്നും കാണുന്നില്ല കേട്ടോ. ഈ ഗോൾഡൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്കിത് കൊടുത്താൽ കുറേ ഇത് കിട്ടും. പക്ഷെ മനുഷ്യന് പോലെയുമില്ല, ഒരു മൃഗത്തിന് പോലെയില്ല, വേറെ ഏതോ ഒരു ജീവനാണ് കേട്ടോ. നമുക്കിത് പിടിക്കാം. ഓക്കെ, ഓരോടെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ഖുറാമ നീയാണോ? തന്നെ. അപ്പോൾ നറുട്ടോ നീയാണത്?
നറുട്ടോ ഇപ്പോൾ ബോധം പോയിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ, നിനക്ക് എൻ്റെ പേരറിയാം, അതൊക്കെ അറിയോ? ഈ നീ താങ്ങുന്ന അമ്മേ, അയ്യോ എൻ്റെ ബോധം പോയേ. കുറാമല്ലേ സംസാരിച്ചേ? കുറാമ കുറച്ചേരം കിടക്ക്. അത് നറുട്ടോ കേട്ട ഗൈസ്, കുറച്ചേരം കിടക്കാം, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്താണ് എവിടെയാണ് നമ്മളുള്ളത്? ഓടി അമ്മ, നീ ആരാണ്? ഫ്രാങ്ക്ലിൻ, നീയാണത്? അതെ അതെ നറുട്ടോ, പക്ഷെ നിങ്ങൾക്ക് എന്തായത്? ഫ്രാങ്ക്ലിൻ, എനിക്ക് എന്തുവായി? ആദ്യം എന്നെ ഷൂട്ട് ചെയ്ത പോലെ. സോറി, അത് ഞാൻ ആളെ ഷൂട്ട് ചെയ്ത, എന്തോ തെളിച്ചം കണ്ടുപോയി, പിന്നെ എൻ്റെ ഗണി ചെറുങ്ങനെ ഷൂട്ട് അടിച്ചു. എന്താണ് ചെയ്തത്? എനിക്ക് പറ്റുന്നില്ല. അല്ല, നിങ്ങളെന്തിന് ഇങ്ങോട്ടേക്ക് വന്നത് നറുട്ടോ? ഏതോ കക്കാഷിൻ്റെ ഏതോ റോബോട്ട് ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് ലീഫിലേക്ക് നടക്കുന്നുണ്ട്, ഈ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ശരി, ഞാൻ പോട്ടെ, എൻ്റെ കാര്യം. ഓക്കെ കേസ്, അത് ഈ നറുട്ടോ ഇനി കേട്ടോ. അതാ പറഞ്ഞു, നിൽക്കൂ, നീ എന്നെ ഷൂട്ട് ചെയ്തു അല്ലാണ്ട് എനിക്ക് കുറച്ച് വീക്കായി. ഞാൻ നിനക്ക് കുറച്ച് പവർസ് തരാം. നീ പോയിട്ട് സാധനത്തിന് നീ ഇപ്പം തന്നെ പോയി നശിപ്പിക്കണം പ്ലീസ്. ഫ്രാങ്ക്ലി, എനിക്ക് വേണ്ടി ചെയ് പ്ലീസ്. ലവ്ലി, എനിക്ക് വേണ്ടി ചെയ് പ്ലീസ്. ഞാൻ അങ്ങനെ ചീത്തവനൊന്നുമല്ല, പക്ഷെ നിങ്ങൾ ഷൂട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. ആ ഒരു കുത്ത ഉണക്കി എൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് നറുട്ടോ പവർ തരുമോ? നറുട്ടോ, ഓക്കെ, ഞാൻ തരുകയാണ്. ചീൻ്റെ ബാഗ് ദന്തം പോട്ടെ, എൻ്റെ നറുട്ടോ പവേഴ്സ്. കുറാമൻ്റെ പവർ കൂടി തന്നെ തരാം. ഇതാ പിടിച്ചോ. അമ്മാണി, അയ്യോ അയ്യോ, വെള്ളത്തിൽ ശ്വാസം വിടാൻ പറ്റുന്നില്ല. ശ്വാസം വിടാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ. ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ കണക്കായി. അത്ര നമ്മൾ നൈറ്റൽ ഫോക്സിന് ആ പവറും നമ്മൾ ഇപ്പം കിട്ടി കേട്ടോ. ഗായ്സ്, നമ്മൾ നൈറ്റൽ ഫോക്സിൻ്റെ പവറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നൈറ്റൽ ഫോക്സിൻ്റെ പവറുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് കുറേ സ്ഥലത്ത് പോകാം കേട്ടോ. ഒമ്മാട്ടി സൂപ്പർ പവർ. നമുക്ക് ഈ പവറിന് കുറച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ പവർസ് കൊണ്ട് നല്ലോണം യൂസ് ചെയ്യാൻ അറിയും. നോക്കിയിട്ട് മരത്തിന് വില കയറുന്നു. നല്ല കുരങ്ങനാണോ അത് വേഗം നിൽക്കില്ലാനോ അറിയില്ലപ്പാ, എനിക്കൊന്നും അറിയില്ല. ശരിക്കും ശരി കേസ്, നമുക്കിപ്പോൾ നേരെ വേറെ സമയമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ കക്കാശി റോബോട്ടിനെ നശിപ്പിച്ചിട്ട് നമുക്ക് നറുക്കെടുത്ത് പോയേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് പോകാം. ഓക്കെ, റസി ചുരുക്കടല്ലേ? റസി ചുരുക്കാൻ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ. ഇത് ഒന്നാമത്തെ റസിങ്ങൾ ചുരുക്കാനേ വരുന്നുള്ളൂ. മറ്റേ റസിങ്ങൾ ചുരുക്കാൻ എനിക്കറിയാം. ഇവിടെ മറ്റേ 19ൻ്റെ റസി ചുരുക്കാൻ. ഗൈസ്, വന്നു ഇതാണ് 19 റസി ചോദിക്കാൻ. ഓക്കെ, ഇതോ മോൻ്റെ സീന്. ഇപ്പൊ നോക്കിയ 19ൻ്റെ പവർ 19 കേട്ടോ. നമ്മൾ ചമളയും ചുടിച്ചായിട്ട് നമ്മളൊരു തവളേനെ കൊണ്ടുവന്നു. എനിക്ക് തവളേനൊക്കെ അറിയാം കേട്ടോ. ശരി, നമുക്കിപ്പോൾ അധികം നേരമൊന്നുമില്ല. നമുക്ക് ഇത്ര പവർസ് മാത്രമേ ഏരിയുള്ളൂ നറുട്ടോയിന്. അപ്പോൾ നമുക്ക് നമ്മൾ നോർമൽ റൂം എത്തിയിട്ട് നമുക്ക് ഇപ്പം തന്നെ പോവാം. കക്കാശി റോബോട്ട്, നിന്നെ വെറുതെ വിടത്തില്ല കക്കാശി റോബോട്ട്. ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അളിവ് നിന്നെ നോക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചോ. അടാ, ഈ സോറി ഉലകത്തെ രക്ഷിക്കുന്ന നറുട്ടോ തന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെ നമ്മളൊക്കെ എത്തിയില്ല. ശരിക്കും നമുക്ക് വന്നിട്ട് മോനെ മോനെ ഇവർ നല്ല പവർ കേട്ടോ. പക്ഷെ കക്കാശി റോബോട്ട് എവിടെ പോയി? നമുക്കിവനെ അറിയണമെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ആരാണോ ഇവർ നമ്മളെ സിറ്റി നോക്കുന്നത് അറ്റാക്ക് ചെയ്യുന്നവർക്ക് കക്കാശി റോബോട്ട് എങ്ങനെയായാലും വരും. നമുക്ക് ആ സമയം നോക്കിയിട്ട് നമുക്ക് ഇവരെ നോക്കാം. റോബോട്ടേക്ക് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ റഷ്യൻ ഷുഡിക്കാൻ നമുക്ക് അങ്ങോട്ടേക്ക് അയക്കാം. അപ്പോൾ മനസ്സിലാവും നമ്മൾ നറുട്ടോട്ട് വന്നിരിക്കുകയാണെന്ന്. ഓക്കെ, റഷ്യൻ ഷുഡിക്കാൻ. ഓക്കെ, ചടത്തിൽ ചുറ്റുന്ന വേണ്ട റിങ്ങും തന്നെ റഷ്യൻ ഷുഡിക്കാനുണ്ടാ. ഓക്കെ, വാടാ കക്കാശി റോബോട്ടെ, ഇവന് ഇവിടെ പോയി കിടക്കാമോ? പണ്ടാരൊക്കെ പട്ടി എവിടെ പോയി കിടക്കുന്നോ? പാടാ കക്കാശി റോബോട്ടെ, എനിക്ക് കുറേ സമയം നിൽക്കാൻ പറ്റൂല. ഈ കക്കാശി റോബോട്ടെ എനിക്ക് എവിടെയോ പൊയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ 19 ഫോക്സ് ആണെങ്കിൽ ഞങ്ങളുടെ പവറും ഇല്ല. ഓക്കെ, അയ്യോ നല്ല പവറുണ്ട് കേട്ടോ. അമ്മേ, ഞാൻ കാര്യം പറഞ്ഞു, നമ്മൾ മനസ്സിലല്ലോ തറുക്കല്ലേ, പ്രശ്നമില്ല.
പറന്ന് പറന്ന് അടിക്കുന്നത്. എന്താണ് നിന്റെ മര്യാദയ്ക്ക് പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് അടിക്കാം അമ്മേ എൻ്റെ ചമ്മ. അയ്യോ ഇപ്പൊ ഞാൻ സത്യം കാണിക്കണം. ഇതോ പിടിച്ചോടാ മൊട്ടൊരടി, ഇതാ പിടിച്ച് മൊട്ടൊരടി. ഇതിന് നല്ല പവറാ കേട്ടോ. ഓ അമ്മേ അച്ചോ പിടിച്ചോ. അയ്യോ എന്നെ അടിക്കുക കേട്ടോ മോടി. ഇവൻ നമുക്ക് തടയണമെങ്കിൽ ഷാളക്കുള്ളിൽ ദിവസം ഇട്ട് നമ്മളിപ്പോ. ഇവൻ തടയാൻ പറ്റുന്നില്ല കേട്ടാ, നല്ല പവറാ. അയ്യോ ഇതാ പിടിച്ചോ ഇതാ പിടിച്ചോ ഇതാ പിടിച്ചോ. അവൻ പറക്കാൻ നമ്മൾ വിടും, പറക്കാൻ വിട്ടാൽ നമുക്ക് നമ്മുടെ കയ്യിൽ പോലും കിട്ടൂല. ഒരു ടിവർ കൂടി. ഓക്കെ അയ്യോ ഗൈസ് ഞാനിപ്പോ ഹീലിംഗ് ചെയ്യുന്ന എൻ്റെ ഹീലിംഗ് ടെസ്റ്റ് ഇതാ. ഞാൻ തവളയായി മാറി. ഇനി പാടാ. അയ്യോ കക്കാച്ചാണെങ്കിൽ താഴ്ത്തി അടിച്ച്. ഇതാ പിടിച്ചോ. ഈ പുകയൊന്നും വരുന്നുണ്ട് കേട്ടോ ഇവർ വായിട്ട്. ഓ ഇതാ പിടിച്ചോ. ഇതാ പിടിച്ചോ. അയ്യോ പല്ല് തേച്ചിട്ട് പോലും തോന്നുന്നു. പല്ല് നല്ല മണം വരുന്നുണ്ട് കേട്ടാ. എന്താണ് ഇവൻ നല്ലോണം പറക്കുന്നുണ്ട്. അയ്യോ എനിക്ക് മാത്രം പറക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ ഇവരെ ഇപ്പൊ തന്നെ നശിപ്പിച്ചേനെ. എൻ്റെ അടുത്ത് ശക്തി ഉപയോഗിച്ചിട്ട് ഇവനെ നശിപ്പിച്ചു കേട്ടാ. ഓക്കെ ഇനി ഇവന് എങ്ങനെ മറ്റവൻ വരും, പക്ഷെ അപ്പോൾ ഇവനെ തിരിച്ച് അങ്ങോട്ടേക്ക് ആക്കാൻ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇവനെ ഇപ്പൊ തന്നെ നശിപ്പിക്കാം. ഓക്കെ ഗൈസ്, പക്ഷെ ഇതിന്റെ പിന്നാൽ ആരായിരിക്കും? അതാരായാലും ശരി പുറത്തോട്ട് വരുമോ? ഞാനിന്റെ റോബോട്ട് നശിപ്പിച്ച് ആരാ പുറത്തോട്ട് വരുന്നേ ഇല്ലല്ലോ. ഇതിന്റെ പിന്നിൽ എങ്ങനെയായാലും അക്കാട്സുക്കി മാത്രമേ ഉണ്ടാവും. അക്കാട്സുക്കി ആരെ വരും? ഒക്കെ ശരി അടിച്ച് ആരോ ഗൈസ് അടിച്ച് ആരാണത്? എവിടെ ആരാണത്? ആരാ അത്? കാണാനേ പറ്റുന്നില്ലല്ലോ. ആരാച്ച്? അയ്യോ മാർട്ടിച്ചടിക്കുന്ന ധൈര്യണ്ടേ മുന്നിൽ പോടാ. നോക്കിയിട്ട് എവിടെ നോക്കിയോ എറിയുന്നുണ്ട്. ആരാടത്? എവിടെ ആരാത്? കാണാനില്ലോ. എടാ ഇതാ ഗോഡ് ഓഫ് ജംജുട്സു ഇറ്റാച്ചി ഉച്ചിഹാ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു നറുട്ടോ. ഞാൻ നറുട്ടോ ഇതിന്റെ വെറുതെ വിടുന്നു. ഞാനിപ്പോ ലവ്ലി നറുട്ടോടാ. ഇതാ പിടിച്ച റഷ്യൻ ഷുരിക്കൺ. ഓ ഇത് വെറുതെ കൊടുത്തില്ലോ, ഞാൻ വെറുതെ കൊടുത്തില്ലോ. ഇതാ പിടിച്ചോ മടി. എന്താടാ ഓ ഗായ്സ് അവൻ കുറെ കലവൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. ഇതാ പിടിച്ചാ. ഓ ഗായ്സ് ഇവൻ തടയാൻ നമുക്ക് എത്രയും പറ്റുന്നില്ല. ഇതാ പിടിച്ചോ. ഇതാ നമ്മൾ നൈറ്റൽ ഫോക്സിന്റെ പവർ നമുക്ക് ഉപയോഗിക്കാം. ഓ കുറാമ പുറത്തോട്ട് പോവാ. ഓക്കെ ലവ്ലി ഇയാളുടെ വന്ന് പുറത്തോട്ടേക്ക്. ഞാൻ നോക്കിക്കോളാം ലവ്ലി ഇവരെ കാര്യം. ശരി പിടിച്ചോ. മോനെ നൈറ്റൽ ഫോക്സ് എടുത്തിന്റെ കഥ വെക്കല്ല. കാരണം ഞാനേ നല്ല പവറാ. ഇതാ പിടിച്ചോ. കോയ്സ് ഇവരെ നശിപ്പിച്ച് കളയാണ്ടാ. ഓക്കെ ഇത് നല്ലോണം നശിപ്പിക്കണം നമുക്ക്. ഓക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടാ. നമ്മൾ പി സിയിൽ എപ്പോഴും പോകാൻ അറിയില്ല. നമ്മൾ അടിച്ചു കേട്ടാ. സീൻ നമ്മളിതാ ഇവരെ ഇപ്പൊ തന്നെ നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഡപ്പ അടിച്ചോ സരിക്കാൻ പറ്റില്ല. ഇതാ പിടിച്ചോ. ഞാൻ വെറുതെ കൊടുത്തില്ല. ഇതാ പിടിച്ചോ. ഓക്കെ നമ്മൾ ഇറ്റാച്ചി ഉച്ചിയാലെ തോൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ നമ്മളിപ്പോ ഇറ്റാച്ചി ഉച്ച തോൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നറുതാവാം. ഓക്കെ നമ്മൾ ഇറ്റാച്ചി ഉച്ചയെ നശിപ്പിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ എൻ്റെ ഇതിലോട്ട് നോക്കിയുണ്ട്. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം. ഇത് അടിച്ച് നോക്കണം. ഗോഡ് ഓഫ് ജംജുട്സു ഇറ്റാച്ചി ഉച്ചിഹ. പക്ഷേ ഇവിടെ കൊല്ലാനൊന്നും പറ്റത്തില്ല. അവൻ തിരിച്ചു വരും എങ്ങനെയായാലും. കാരണം ഉറാച്ചി മാറും അക്കാട്സുക്കി മെമ്പർസൊക്കെ ഇവൻ തിരിച്ചോണ്ട് ഒരു